വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അക്കിത. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ വിത്തൗട്ട് മേക്കപ്പിൽ ഒരു ലിപ്സ്റ്റിക് ഒരു ഐലൈനർ പോലും ഇല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിൻ കാണുമ്പോൾ എത്ര ഗ്ലോയിങ് ആണ് നിങ്ങളുടെ സ്കിൻ കാണാനായിട്ട്, നല്ല റിജുനേറ്റഡ് ആയിട്ടിരിക്കുന്നത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും ഒറ്റ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് വീട്ടില് ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളുടെ സ്കിൻ നോർമൽ ആയിക്കോട്ടെ, ഡ്രൈ, ഓയിലി, സെൻസിറ്റീവ് സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, എല്ലാ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കിൻ കെയർ ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു 10 വയസ്സിന് എബോ ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ചുണ്ടിലുള്ള കറുപ്പ് നിറം, അതുപോലെ നമ്മളൊരു എന്താ പറയുക, ഒരു ഡൾ സ്കിന്ന്, ഡാർക്ക് സ്പോട്സ്, ഇത് അപ്ലൈ ചെയ്ത ഒറ്റ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിസിബിൾ റിസൾട്ട് ആണ്. നിങ്ങൾ കണ്ടിന്യൂസ് ഒരു 7 days ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കാരണം അടിപൊളിയായിരിക്കും, ഈ 100% ഉറപ്പുള്ള കാര്യമാണ്. ഇനി ഈ പാക്ക് കണ്ടിന്യൂസ് 7 days പ്രിപ്പയർ ചെയ്യാൻ മടിയുള്ളവർക്ക് ഞാൻ ഇതിന്റെ ഒരു ഫേസ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് 1 time പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 week കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല അടിപൊളി വിസിബിൾ റിസൾട്ട് ആണ്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഫേസ് ക്രീം എന്ന് പറയുന്നത് നിങ്ങൾ 20 years എബോ ആണെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഏത് സ്കിൻ ടൈപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ, ആ മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് കാണാനായിട്ട്. വേറൊന്നുമല്ല, നമ്മുടെ ആൽമണ്ട് ആണ് കേട്ടോ മാജിക് ഇൻഗ്രീഡിയൻറ്റ്. അപ്പൊ ഈ ഒരൊറ്റ ആൽമണ്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എൻ്റയർ ഫേസ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ പാക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ. അപ്പം ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് തൊല്ലി പോലും കളയാതെയാണ് കേട്ടോ നമ്മൾ ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ പാക്ക് പ്രിപ്പയർ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഒരു ഒരകല്ലാണ്. ഈ ഒരകല്ല് നിങ്ങൾക്ക് ഇപ്പൊ അങ്ങാടികളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിന്റെ ഒരു റൗണ്ട് ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ വരുന്ന ഈ ഒരു മോഡലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു മോഡലാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരകല്ല് എടുക്കാം. അതിന് ഏറ്റവും നല്ലൊരു കല്ല്, നല്ല വൃത്തിയുള്ള ഒരു കല്ലിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ഒരച്ചിട്ടാണ് കേട്ടോ മുഖത്തിടുന്നത്. അപ്പൊ ഇത് ഒരയ്ക്കുന്ന ഒരു ബേസ് ആയിട്ട് ഒരു ലിക്വിഡി ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ റോസ് വാട്ടർ ആയാലും യൂസ് ചെയ്യാം. അപ്പൊ ഇത്രയും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പൊ ഞാൻ ഇവിടെ കല്ല് നല്ല വൃത്തിക്ക് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റോസ് വാട്ടർ. നമ്മൾ റോസ് വാട്ടർ കുറച്ച് നമ്മൾ ഈ കല്ലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ഇതിലേക്ക് ഒരയ്ക്കുന്നുണ്ട്. അപ്പൊ തൊലി ഒന്നും കളയണ്ട, നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കണ്ടാൽ മനസ്സിലാവും, നല്ലൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ഇതിങ്ങനെ ആയി വരും. ഓക്കെ, കണ്ടോ അതിന്റെ ആ ഒരു വെള്ള പോലെ നന്നായിട്ട് വരും. നമ്മൾ ആ തൊലി പോലും കളയണ്ട. അപ്പം ഇതുപോലെ ഞാനിത് കംപ്ലീറ്റ്ലി ഉരച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ എങ്ങനെയാണത് വരുന്നത് എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരൊറ്റ ആൽമണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും അരച്ചത്. കണ്ടോ ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇത്രയും കൂടി ഉള്ളൂ. ഇതും കൂടെ ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് അരച്ചെടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ നല്ല തിക്ക് പേസ്റ്റ് പോലെ ഞാനിതിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആൽമണ്ട് റോസ് വാട്ടറിൽ അരച്ചിട്ട്. അപ്പൊ ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം, അതായത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ആൽമണ്ട് ഞാൻ ഈ ബൗളിലേക്ക് സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റുകയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ അപ്പൊ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഒറ്റ ആൽമണ്ടിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഇത്രയും തന്നെ നമ്മുടെ ഇത് ആൽമണ്ടിന്റെ പേസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒറ്റ ആൽമണ്ട് മതി. നമ്മൾ ഒരാൾക്ക് എടുക്കുവാണെങ്കിൽ ഒറ്റ ആൽമണ്ട് യൂസ് ചെയ്താൽ മതി. ഇത് ഇനി നമുക്ക് ഒന്നും കൂടെ ഇതിനെ നമുക്ക് ഒരു സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹണിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഹണി ചേർത്തും ചേർക്കാതെയും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഹണിയിൽ ഒരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന്, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പം സോ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് തന്നെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും അടിപൊളി റിസൾട്ട് ആണ്. എന്താണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഹണി ഫേസ് പാക്കിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ അതും കുറച്ച് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്യൂ ഡ്രോപ്സ് മതി. അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറരുത്, ആ ഒരു ക്രീമി പേസ്റ്റിലേക്ക് തന്നെ നമുക്ക് വേണം. അപ്പൊ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഹണിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹണി ആഡ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് നിങ്ങളിത് കാണിക്കുന്നത്. ഇനി ഞാൻ എന്റെ ഫേസ് ഒന്ന് പ്രിപ്പ് ചെയ്തിട്ട് ഞാൻ എന്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മാജിക്കൽ പാക്ക് ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സോളം നിങ്ങൾക്ക് ഫേസിൽ വെക്കാം. ഒരു സെമി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഹണി ആഡ് ചെയ്യുന്നത് വെറും ഓപ്ഷണൽ മാത്രമാണ്.
ജസ്റ്റ് റോസ് വാട്ടർ ആൽമണ്ട് മാത്രം മതി കേട്ടോ. ഞാനത് കംപ്ലീറ്റ്ലി എൻ്റെ ഫേസിലും ഫോർഹെഡിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അപ്ലൈ ചെയ്തിട്ട് കാണാവേ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ എൻ്റെ ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫേസിലും നെക്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് ഒരു 20 മിനിറ്റ്സോളം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫേസ് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ഫേസ് ക്രീം എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫേസ് ക്രീം ഒരു 20 എബോ ഏജിലുള്ള ഏത് സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിതൊരു ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഫേസ് ക്രീം നമ്മൾ അതിന് വേണ്ടി എടുക്കുന്ന ബൗളും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ഒരു ഗ്ലാസ് കണ്ടെയ്നറും നമുക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും നമ്മൾ വെള്ളമയം ചെല്ലാത്ത രീതി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടത് നോക്കിയാലോ. ഓക്കെ ഗൈസ്, അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 ആൽമണ്ട് ആണ്. കാരണം നമ്മൾ 1 വീക്കിലേക്കാണല്ലോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ 3 ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആൽമണ്ട് ഇതേ കല്ലിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഉരയ്ക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അതൊരു ജസ്റ്റ് ലിക്വിഡി ഫോമിലേക്ക് ആവാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ വേണം. ഇനി അതിന് നമുക്കൊരു ക്രീം കൺസിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അലോവേറ ജെൽ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേറ ജെൽ നമുക്ക് യൂസ് ചെയ്യാനാണ്. കളർ ഫ്രീ ആൻഡ് ഫ്രേഗ്രൻസ് ഫ്രീ അലോവേറ ജെൽ ആണ് കേട്ടോ നല്ലത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രം മതി നമുക്ക് ഈ ക്രീം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 1 വീക്കിലേക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ ചെയ്തതുപോലെ തന്നെ ഈ കല്ലിലേക്ക് ഞാൻ ഈ 3 ആൽമണ്ടും ഉരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം കുറച്ച് റോസ് വാട്ടർ ഒഴിക്കും, എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഉരച്ചൊരച്ച് അതിനെ നമ്മളൊരു ക്രീമി പേസ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് നമ്മുടെ ആൽമണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റ് ആൽമണ്ടും കൂടി ഇട്ട് ഉരയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൽ നിന്ന് നല്ല തിക്ക് പേസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എൻ്റെ 2 ആൽമണ്ട് ഞാൻ ഓൾറെഡി ഉരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇത് ലാസ്റ്റ് ആൽമണ്ടും കൂടെ ഞാൻ ഉരച്ചൊരു ബൗളിലേക്ക് മാറ്റും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കല്ലും നിങ്ങൾ എടുക്കുന്ന ബൗളും നല്ല വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എനിക്ക് 3 ആൽമണ്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇത്രയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വീക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ അലോവേറ ജെല്ലാണ്. ഇതിനൊരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്ന ലെവലിൽ നിങ്ങൾക്ക് അലോവേറ ജെൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ ഓഫോളം അലോവേറ ജെല്ലാണ് കേട്ടോ ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ. അപ്പം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം അലോവേറ ജെല്ല്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ലെവൽ ഞാൻ കാണിച്ചു തരാം. അത്രയും വരെ നിങ്ങൾ അലോവേറ ജെൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാനത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല കൊഴുത്ത കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഫേസ് ക്രീം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് പാക്ക് പോലെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 അവർ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയുന്ന പാക്ക് ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് കിടക്കുന്ന ഒരു ഫേസ് ക്രീം പോലെ നിങ്ങൾക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തും കൂടെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നുണ്ടോ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയാണ്. ഇത് നിങ്ങൾക്ക് ഫേസ് ക്രീമായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫേസ് പാക്ക് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കിത് ഫേസും കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, എൻ്റെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തേനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിടരുത്. അപ്പം ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ലൈവ് റിസൾട്ട് കാണിച്ചു തരാം. നമ്മുടെ ഫേസ് പാക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു 7 ഡേയ്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത്രയും നല്ല റിസൾട്ടാണ്. വൈപ്പ് ചെയ്ത് നോക്കാം. വിസിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എൻ്റെ സ്കിൻ എത്രത്തോളം ഗ്ലോ ആയിട്ടുണ്ടെന്ന്. 1 വൈറ്റ് റിസൾട്ട് ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ നമ്മൾ ഡിഫറൻസ് ഉണ്ടോ നെക്കില് നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ കംപ്ലീറ്റ് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫേസിൻ്റെ ലൈവ് റിസൾട്ട് എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു ഗ്ലോയും ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്ങും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കിട്ടാനായിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫേസ് ക്രീമും കൂടെ ഞാൻ ഫേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫേസ് ക്രീം നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത് നിങ്ങൾക്കൊരു ഫേസ് പാക്ക് പോലെ 1 വീക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് ഫേസ് ക്രീം ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാവേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ ഫേസ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ക്രീമും കൂടെ ജസ്റ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവും. ഇത് നൈറ്റ് ടൈം കുട്ടികൾ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഹാൻഡിലും യൂസ് ചെയ്യാം. നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, കളർക്ക് നന്നായിട്ട് ഇത് ബ്ലെൻഡബിൾ ആവും. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഗ്ലോയിങ് ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്ത് പോകും കേട്ടോ നമ്മുടെ സ്കിന്നിനോട്. നിങ്ങൾക്ക് ഇത് നെറ്റിലും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേസിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാവുന്ന ഒരു ക്രീമാണ്. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്നും പാക്ക് പറ്റില്ലാത്തവർക്ക് മസ്റ്റ് ആയിട്ട് നമുക്കിത് ഫേസിൽ ഇതുപോലത്തെ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 7 days കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. എനിക്ക് തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ബൈ.